എൻ്റെ ജീവിതത്തിൻ്റെ നാൾവഴികളിൽ ഈശോയിലേക്ക് കടന്നുവന്ന് പരിശുദ്ധ അമ്മയുടെ തണലിൽ അഭയം തേടിയ ജീവിതം. ജപമാല പ്രാർത്ഥന ജീവിതചര്യയായി മാറിയപ്പോൾ അത്ഭുതങ്ങളുടെ പ്രവാഹം ദർശിച്ച ജീവിതം. തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് പള്ളി ഇടവകാംഗമായ ഉണ്ണി ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ബാല്യകാലത്തിൽ ജീവിത പ്രാരാബ്ദങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും ഒരു സൈനികനായി രാജ്യത്തെ സംരക്ഷിക്കുമ്പോഴും പരിശുദ്ധ അമ്മ എപ്രകാരമാണ് തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് എന്ന് ഇദ്ദേഹം നമ്മോട് പറയുന്നു. ഈശോയെ അറിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും നടന്നു നീങ്ങിയ നാൾവഴികൾ അദ്ദേഹം നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നു. എൻ്റെ പേര് ഉണ്ണി ഫ്രാൻസിസ്. ഞാൻ പഴയന്നൂർ ദേശത്തെ മാതാപിതാക്കളും 7 മക്കളും അടങ്ങുന്ന അക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. കുടുംബത്തിലെ കഷ്ടപ്പാടും ദാരിദ്ര്യവും അപ്പച്ചൻ്റെ മദ്യപാനവും മറ്റ് വിശ്വാസത്തിൻ്റേതായിട്ടുള്ള മന്ത്രവാദം കൂടുതൽ പ്രവൃത്തികൾ മുഖാന്തരം കുടുംബത്തിൽ വന്ന ഒത്തിരിയേറെ അനർത്ഥങ്ങൾ ദുരിതങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം എന്നോണം പ്രയാസങ്ങളുടെ മധ്യത്തിൽ നിന്നാണ് ഞാൻ കേച്ചേരി എന്ന സ്ഥലത്ത് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാനായിട്ട് വന്നത്. അവിടെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തന ഒരു വ്യക്തിയിൽ നിന്ന് ശാലോം വാങ്ങി വായിക്കുവാനും ആ ശാലോമിലൂടെ ഈശോയെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയെക്കുറിച്ചൊക്കെ അറിയാനിടയായി. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഈശോൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് മുഖാന്തരം കർത്താവിലൊരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും ഒരു തിരുസഭ അംഗമായി തീരുവാനും ഇപ്പോൾ ഇവിടെ മുല്ലശ്ശേരിയിൽ ഇടവകാംഗമായി ഇവിടെ താമസിക്കുവാനും നൽകിയ ഒരു അനുഭവത്തെക്കുറിച്ചാണ്, മാതാവിൻ്റെ ജീവിതത്തിൽ നൽകിയ ഒത്തിരിയേറെ അത്ഭുതകരമായിട്ട് വഴി നടത്തുന്ന ദൈവാനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇപ്പോൾ പെട്രോൾ പമ്പിലായിരിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാസത്തിലേക്ക് ശാലോം മാഗസിൻ വായിച്ച് അതിൽ കിട്ടുന്ന കുറച്ച് പ്രചോദനങ്ങൾ മുഖാന്തരം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ആ കാലഘട്ടങ്ങളിൽ കുടുംബത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും അപ്പച്ചൻ്റെ മദ്യപാനവും കുടുംബത്തിലെ വഴക്കും പ്രശ്നങ്ങളും സമാധാനമില്ലാത്തൊരവസ്ഥയും അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രേമനിരാശത്തിനായ അവസ്ഥ, ടീനേജ് ഏജ് ഉണ്ടാകുന്ന ഒരു നിരാശകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ ഇനി എന്തിന് ജീവിക്കണം എന്നുള്ള അവസ്ഥയോടുകൂടി ജീവിക്കുമ്പോൾ ആദ്യമായിട്ട് ശാലോമിലൂടെ ഈശോയെക്കുറിച്ച് അറിയാനിടയായപ്പോൾ ശാലോമിൽ വന്ന ഈശോയുടെ ഒരു പെനുവൽ ദൈവത്തിൻ്റെ മുഖം മടക്കി വെച്ചുകൊണ്ട് എല്ലാ ദിവസവും രാത്രികളിൽ പെട്രോൾ പമ്പിൽ ഇരുന്നുകൊണ്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കും. എനിക്ക് പ്രാർത്ഥിക്കാമെന്ന് അറിയത്തില്ലായിരുന്നു. എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും കണ്ണീരായിട്ട് ഓരോ മുത്തുകളായിട്ട് ദൈവസന്നിധി ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ അതെല്ലാം ഒരു പ്രാർത്ഥനയായിരുന്നു, ജപമാല മണികളായിരുന്നു ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ ശക്തമായി ഇടപെടുകയും ഉള്ളിലെ അന്തരംഗത്തിൽ വലിയ മാറ്റം ഉണ്ടാവുകയും വലിയ സമാധാനം അനുഭവിക്കാൻ എനിക്ക് ഇടയാവുകയും ചെയ്തു. വീണ്ടും പ്രചോദനം മറ്റേ മാഗസിൻ വായിച്ചതിൻ്റെ ശാലോം ടൈംസിലൂടെ ലഭിച്ച ബോധ്യങ്ങളനുസരിച്ച് ഒരു ധ്യാനം കൂടുവാൻ പ്രചോദിപ്പിക്കപ്പെടുകയും ഡിവൈനിലെ ധ്യാനം കൂടി പൂർണ്ണമായ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരാനും ഇടയായി. പെട്രോൾ പമ്പിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ധ്യാനം കൂടി മാനസാന്തര അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം ജീസസ് യൂത്തിലൂടെ ഈശോയെക്കുറിച്ചും ദൈവമാതാവിനെ കുറിച്ചും ജപമാല പ്രാർത്ഥനയെക്കുറിച്ചും ആദ്യമായിട്ട് അറിയാനായിട്ട് ഇടയായി. ജപമാല പ്രാർത്ഥനയുടെ സഹായം ലഭിച്ചതോടുകൂടി ജപമാല പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എന്നിൽ വളർത്തിയെടുക്കാനായിട്ട് തുടങ്ങി. ഒരു ദിവസം 8ഉം 10ഉം ജപമാല ചൊല്ലുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറാനായിട്ട് തുടങ്ങി. അതെൻ്റെ ജീവിതത്തിൽ വലിയ വിശുദ്ധീകരണത്തിലേക്കും വലിയ ദൈവാനുഭവത്തിലേക്കും എന്നെ നയിക്കാനായിട്ട് തുടങ്ങി. താൻ സ്വന്തമാക്കിയ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ കുടുംബത്തിൽ സംഭവിച്ച അനേകം അത്ഭുതങ്ങൾ ഉണ്ണി ഫ്രാൻസിസിന് പറയുവാനുണ്ട്. തൻ്റെ ജപമാല പ്രാർത്ഥനയിലൂടെ കുടുംബാംഗങ്ങളെ ഈശോ അനുഭവത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പെട്രോൾ പമ്പിലായിരിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് ആഴ്ച തോറും പോകുമായിരുന്നു. വീട്ടിലേക്ക് പോയി വീട്ടുകാരോട് പുതിയതായി എനിക്ക് സന്തോഷവും സമാധാനം കിട്ടുന്ന ഈശോയെക്കുറിച്ചും ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അക്രൈസ്തവരായിട്ടുള്ള അവർക്കെല്ലാം അത് ഉൾക്കൊള്ളാൻ സാധ്യമല്ലായിരുന്നു. അവർ തന്നെ അതിനോട് തീരെ താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു പ്രതികരിച്ചത്. എനിക്ക് ഇത്രയേറെ വിഷമം ഉണ്ടായി. അപ്പം തന്നെ ഈശോയോട് പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമാതാവിനോടും പ്രാർത്ഥിക്കുകയായിരുന്നു. അവർക്കൊരു അനുഭവം കിട്ടുമ്പോൾ അവർ വിശ്വസിക്കുമെന്ന്.
അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജീസസ് യൂത്തിൻ്റെ പ്രേ ഗ്രൂപ്പിൽ ഈ വിഷയങ്ങൾ പറഞ്ഞു. ആ സമയത്ത് അമ്മയ്ക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അമ്മയുടെ അരയ്ക്ക് കീഴെ പൂർണ്ണമായി 2 കാലുകൾ തളർന്നു പോവുകയും തളർവാദം പിടിപെട്ട് അമ്മ പൂർണ്ണമായി കിടപ്പിലാവുകയും ചെയ്തു. അന്ന് പമ്പിലായിരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമാതാവിനോട് ജപമാലയിലൂടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്രോൾ പമ്പിൽ ആയിരിക്കുമ്പോൾ ഈ ജീസസ് യൂത്ത് പ്രേ ഗ്രൂപ്പിൽ വെച്ച് ജപമാല ചൊല്ലാനായിട്ട് എനിക്ക് പഠിക്കാനായിട്ടൊരു അനുഗ്രഹം കർത്താവ് തന്നു. അത് ജപമാലയായിരുന്നു എൻ്റെ പ്രാർത്ഥനയുടെ എല്ലാത്തിൻ്റെയും ആധാരമായി നിന്നിരുന്നത്. എന്ത് നിയോഗങ്ങളുണ്ടെങ്കിലും മുട്ടുമേൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട്, ആദ്യം മുട്ടുമേൽ നിന്നുകൊണ്ട് കരഞ്ഞ് ഈശോയോട് കുറേ പരാതികൾ സങ്കടങ്ങൾ ഒരു വ്യക്തിയോട് പറയുന്ന പോലെയുള്ള പ്രാർത്ഥനയായിരുന്നു. പിന്നീട് ജപമാല പ്രാർത്ഥന പഠിച്ചു കഴിഞ്ഞപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതോടുകൂടി ജപമാല കരങ്ങളെടുത്തുകൊണ്ട് ഓരോ മണിയിലും ജപമാലയോട് എൻ്റെ കരച്ചിലും വിഷമങ്ങളെല്ലാം ഈശോയോട് സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ശൈലിയിലേക്ക് അത് മാറാനായിട്ടിടയായി. അപ്പം അമ്മയുടെ തളവാളത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അത്ഭുതകരമായിട്ട് ഞാനപ്പോൾ ഒരു 2 മാസത്തോളം കുറച്ച് പൈസയൊക്കെ അധികം ഉണ്ടാക്കി അമ്മയെ ഉന്നതമായ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ അങ്ങനെ 2 മാസത്തോളം പോകാണ്ടിരുന്നു. നാട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നാട്ടിൽ സംഭവിച്ചത് പ്രകാരമായിരുന്നു, ആ കാലഘട്ടങ്ങളിൽ വണ്ടി വിളിച്ച് വാനൊക്കെ വിളിച്ച് ഒത്തിരി പേരെ ഇങ്ങനെ ഈ പോട്ടയിലേക്കും ഡിവൈനിലേക്കെല്ലാം ധ്യാനത്തിന് കൊണ്ടുവന്നൊരു പതിവ്, ഏകദിനത്തിന് കൊണ്ടുവന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള ചേച്ചിമാരെല്ലാം അമ്മയെ വിളിച്ചു, സുഭദ്രമ്മ വരുന്നോ, ഇങ്ങനെ പോട്ടയിൽ പോയി കഴിഞ്ഞാൽ ഡിവൈനിൽ പോയി കഴിഞ്ഞാൽ രോഗം മാറും. അപ്പോൾ രോഗം മാറാൻ എവിടെ വരാൻ തയ്യാറാണ്, പക്ഷേ കൊണ്ടുപോകാനും ചികിത്സിക്കാനും അതുപോലെ തന്നെ എന്നെ എടുത്തുകൊണ്ട് പോകാനും വണ്ടി ചെലവും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. ഒരു മോനാണ് ഇപ്പോൾ കുടുംബം നോക്കുന്നത്, അവൻ പെട്രോൾ പമ്പിലാണെന്നൊക്കെ പറഞ്ഞു. അത് കുഴപ്പമില്ല, ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടി കിടക്കോടുകൂടി താങ്ങിയെടുത്ത് അമ്മയെ പോട്ടയിലേക്ക് ധ്യാനത്തിനായി കൊണ്ടുപോയി. ആ പോട്ടയിൽ ധ്യാനത്തിലൂടെ 3-ാം ദിവസത്തിലൂടെ അമ്മ പറയുന്നത് ഒരു തീ കോരി ഇരുന്ന ഒരു അനുഭവം ഉണ്ടായി. അമ്മയ്ക്ക് അത്ഭുതകരമായിട്ട് രോഗസൗഖ്യം പോട്ടയിലൂടെ ലഭിച്ചു ധ്യാനത്തിലൂടെ. അപ്പോൾ ഞാൻ ആ സമയങ്ങളിൽ ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ജീസസ് യൂത്ത് പ്രേ ഗ്രൂപ്പും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ 2 മാസങ്ങൾക്ക് ശേഷം കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് ഞാൻ വീട്ടിലോട്ട് പോയി നോക്കുമ്പോൾ അമ്മയുടെ കട്ടിൽ കാലിയായി കിടക്കുന്നതാണ് അറിയുന്നത്. അപ്പോൾ ഞാൻ അനുജത്തിയൊക്കെ സ്കൂൾ വിട്ട് വരുന്നവരേക്ക് കാത്തിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അമ്മയെ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, എവിടെ ട്രീറ്റ്മെൻറ്റിനാണ് കൊണ്ടുപോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അമ്മയെ ട്രീറ്റ്മെൻറ്റിനൊന്നല്ല, ചേട്ടൻ പറയാനുള്ള ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു പോട്ട എന്നുള്ള സ്ഥലത്ത് പോയി, അവിടെ പോയി വരുമ്പോൾ അമ്മയുടെ റൂം കാണിച്ചു തന്നു. ഈശോയുടെ കുരിശും മാതാവിൻ്റെ രൂപങ്ങളും കൊന്തയൊക്കെ അവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് പകുതി മുക്കാലും സൗഖ്യം കിട്ടിയിരുന്നു. ഇവിടെ വന്നിട്ട് എല്ലാ ദിവസവും നാമം ജപിക്കുന്ന പോലെ വൈകുന്നേരത്തിൽ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പരിപൂർണ്ണമായ സൗഖ്യം 2 ആഴ്ച കൊണ്ട് അമ്മയ്ക്ക് സംഭവിച്ചു. ആ കാലഘട്ടങ്ങളിൽ ഞാൻ ആദ്യമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ടുണ്ടായൊരു അനുഭവം, എൻ്റെ അപ്പച്ചൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. മദ്യപിച്ച് എന്നും വീട്ടിൽ വന്ന് വഴക്ക് കൂടും. ഒരു ദിവസം അപ്പച്ചൻ സഹിക്കെട്ട് കുറേ സ്തുതിച്ചുകൊണ്ടൊക്കെ നിന്നു, എങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പച്ചൻ പിടിച്ച് തല്ലി. അങ്ങനെ അപ്പച്ചൻ വീണു ഉരുണ്ടു, അങ്ങനെ മേലൊക്കെ പൊട്ടി. അപ്പോൾ അപ്പച്ചൻ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ കുരിശ് വരച്ച് കിടക്കുമ്പോൾ കർത്താവ് ശക്തമായ പ്രചോദനം നൽകി, മാതാപിതാക്കളോട് രമ്യതപ്പെടണം, അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, എത്ര കുറവുള്ളവരായാലും അവർ ഉൾക്കൊള്ളണം എന്നൊരു ബോധ്യം കർത്താവ് എനിക്ക് തന്നു. അതിനനുസരിച്ച് ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് പോയി, അപ്പച്ചൻ ഉറങ്ങുമ്പോൾ അടുത്ത് പോയിരുന്ന് കാലൊക്കെ തൊട്ട് മാപ്പ് പറഞ്ഞ് ഞാൻ അവിടെ മുട്ടുമേൽ നിന്ന് കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഏകദേശം ഒരു 22 വർഷങ്ങൾക്ക് മുന്നേ, 1995-96 കാലഘട്ടങ്ങളിൽ. ആ സമയത്ത് ഞാൻ എൻ്റെ റൂമിലേക്ക് വീണ്ടും വന്ന് കുരിശ് വരച്ച് കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈശോ ഇത്രമാത്രം എനിക്ക് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, മറ്റുള്ളവരുടെ തെറ്റുകൾ എനിക്ക് എന്തുകൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അന്ന് ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തായാലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ജപമാല ഒന്ന് പരീക്ഷിക്കുക തന്നെ. അപ്പോൾ ജപമാല ചൊല്ലി എന്നെ പ്രാർത്ഥിച്ച ജീസസ് യൂത്തിലെ ലിയോ ടോം എന്നൊരു സുഹൃത്തായിരുന്നു എന്നെ പഠിപ്പിച്ചത്. ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കൊച്ചു കാര്യം ഇതായിരുന്നു, ആദ്യമായിട്ട് ഒരാൾ ജപമാല ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ അവൻ എന്തൊരു കാര്യം ചോദിച്ചാലും ദൈവം സാധിച്ചു തരും. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ വിശ്വാസത്തോടെ മുറുക്കെ പിടിച്ചിരുന്നു. ഞാൻ ജപമാല കരങ്ങളിലെടുത്ത് ആദ്യമായിട്ട് അന്ന് ആ ഭവനത്തിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് കരഞ്ഞ് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പച്ചൻ്റെ മദ്യപാനം മാറുവാനും അപ്പച്ചനിലൊരു ഈ ജപമാലയുടെ ഒരു അനുഭവം, മിറാക്കിൾ അപ്പച്ചൻ്റെ ജീവിതം സംഭവിക്കണം. അങ്ങനെ ഞാൻ രാത്രി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ അപ്പച്ചൻ സാധാരണ എല്ലാ ദിവസവും കാലത്തോട്ട് കുടിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അന്ന് കുടിക്കാനൊന്നും പോയില്ല. മാത്രമല്ല ഞാൻ അവിടെ ലീവിലായിരിക്കുന്ന 3 ദിവസത്തോളൊന്നും അപ്പച്ചൻ കുടിക്കാനായിട്ട് പോകുന്നതായിട്ട് അറിഞ്ഞില്ല. പിന്നെ ഞാൻ പെട്രോൾ പമ്പിൽ വന്ന് ഫോൺ ചെയ്ത് ചോദിക്കുമ്പോഴേക്ക് അമ്മ പറയായിരുന്നു, ഇപ്പോൾ ഏകദേശം 40 ദിവസത്തോളമായി ഇതുവരെയ്ക്ക് അപ്പച്ചൻ കുടിച്ചിട്ടില്ല, യാതൊരു ബഹളം വെച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ജപമാലയിലുള്ള ഒരു ശക്തമായിട്ട് ദൈവിക ഇടപെടലായിരുന്നു അത്. ജപമാല പ്രാർത്ഥനയിൽ ആശ്രയം കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട നിർണായക നിമിഷങ്ങൾ ഏറെയാണ്. തന്നിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിതരാകാൻ പരിശുദ്ധ അമ്മ ഇടയാക്കില്ല എന്ന സന്ദേശം ഈ അനുഭവങ്ങളിലൂടെ ഇദ്ദേഹം പങ്കുവയ്ക്കുന്നു. ജപമാല പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൽ കൂടുതൽ ഈശോ അനുഭവങ്ങൾ നൽകാനായിട്ട് തുടങ്ങിയപ്പോൾ ജപമാല പ്രാർത്ഥിക്കുന്നത് വലിയൊരു ആനന്ദമായി മാറാനായിട്ട് തുടങ്ങി. എല്ലാ കാര്യങ്ങളിലും ദുഃഖവും പ്രയാസം ഉണ്ടാകുമ്പോഴെല്ലാം ജപമാലയുടെ ദൈവമാതാവിൽ ഓടി ആശ്രയിക്കുന്ന ഒരു ശീലമുള്ള വ്യക്തിയായിട്ട് മാറാനായിട്ട് തുടങ്ങി.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം അപ്പച്ചൻ കുടുംബം നോക്കുന്നില്ല, ഒത്തിരിയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ആ സമയത്ത് അപ്പച്ചൻ മദ്യപിച്ച് അങ്ങനെയുള്ള ഒരു ഭവനം നോക്കാത്തൊരവസ്ഥയിൽ വീട് സ്ഥലമൊക്കെ ജപ്തി കയറി അങ്ങനെ വീട് സ്ഥലം ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ജപമാലയോട് മാതാവ് വഴി ഈശോയോട് ഒത്തിരിയേറെ തീക്ഷ്ണോട് പ്രാർത്ഥിച്ചു. എനിക്ക് 10 സെൻറ്റ് സ്ഥലവും വീടും വേണമെന്ന്. അങ്ങനെ 10 സെൻറ്റ് സ്ഥലവും വീടും തന്ന് കർത്താവ് അനുഗ്രഹിച്ചു. ആ ഭവനത്തിലായിരിക്കുമ്പോൾ ഞാൻ പെങ്ങന്മാർ ഓരോരുത്തരുടെ വിവാഹം നടക്കാനായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ രണ്ടാമത്തെ ആദ്യത്തെ പെങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരു ഭർത്താവ് ഉപേക്ഷിച്ച് ഒരു കൊച്ചായിട്ട് വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. രണ്ടാമത്തെ പെങ്ങളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വിവാഹകാര്യങ്ങളെല്ലാം ശരിയായി. അന്നേരം തന്നെ വീട്ടുകാരെല്ലാവരും പറഞ്ഞു, കർത്താവിൻ്റെ രൂപം പ്രഥമ സ്ഥാനത്ത് ഇങ്ങനെ വീടിന് മുന്നിൽ വെച്ചിരിക്കുന്നത് എടുത്തു മാറ്റണം, അവർ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, വിവാഹം മുടങ്ങി പോകുന്നു. അപ്പോൾ ഞാനത് എടുത്തു മാറ്റാനായിട്ട് ചിന്തയുണ്ടായെങ്കിൽ പോലും കർത്താവ് എൻ്റെ ഉള്ളിൽ പ്രചോദിച്ചു. ഈശോയെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഐശ്വര്യം, ഒരു നന്മകൾ, ഒരു അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന്. അതുകൊണ്ട് തന്നെ ഈശോയുടെ രൂപം ഞാൻ എന്നാൽ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് അടുത്ത എൻട്രൻസിൽ തരെയുള്ള അടുത്തൊരു ഹാളിലേക്ക് ഇത് മാറ്റി വെച്ചുകൊണ്ട് വിവാഹത്തിൻ്റെ ആളുകളെല്ലാം വന്നപ്പോൾ പക്ഷേ അവിടെ ഇരിക്കുന്ന ഹാളിൽ സ്ഥലക്കുറവായതുകൊണ്ട് എല്ലാവരും ഞാൻ ഈശോയുടെ പടം വെച്ച റൂമിലേക്ക് തന്നെയാണ് എല്ലാ ചെയറുകളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് ലാസ്റ്റ് അവിടെ ഇരുന്നുകൊണ്ടായിരുന്നു ആ വിവാഹത്തിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ഡിസൈനൊക്കെ നടന്നത്. അതായത് ഡിസൈഡ് ചെയ്യപ്പെട്ടത് വിവാഹം ഉറപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് തീരുമാനങ്ങളെടുത്തത് കർത്താവിൻ്റെ ഫോട്ടോയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു. അവർക്ക് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് മനസ്സിലായി. ആ സമയത്ത് വിവാഹമെല്ലാം ഉറച്ചിരിക്കുന്ന സമയത്ത് വിവാഹത്തിൻ്റെ ദിവസം അന്ന് ഒത്തിരിയേറെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അതിശക്തമായിട്ടുള്ള മഴ വരുന്നുണ്ട്. മഴ വന്നു കഴിയുമ്പോൾ ഇടിമിന്നലും ശക്തമായിട്ടുള്ള കൂരി ഇരുട്ടായിട്ട് മഴ ഇങ്ങനെ കട്ടിയായിട്ട് ആകാശം മുഴുവൻ കറുത്തിരണ്ടിരിക്കുകയാണ്, മഴ പെയ്യാനുള്ള സാധ്യത. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഉണ്ണിയുടെ വീട്ടിലെ കല്യാണം ഇന്ന് കുളമായി പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ ശക്തമായ മഴ പെയ്യാണ്, പന്തലും സദ്യയും എല്ലാം ഭക്ഷണങ്ങളെല്ലാം മഴയത്ത് ഒലിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ ഇത് കേട്ട് കഴിയുമ്പോൾ ഒരു 10-18 വയസ്സിൽ എനിക്ക് ഒത്തിരി ഉത്കണ്ഠയായിരുന്നു. ചെറു പ്രായത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ ആ വിവാഹം ക്രമീകരിച്ചത്. അപ്പച്ചോ എല്ലാ കാര്യങ്ങളും കൈയൊഴിഞ്ഞ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയും പെങ്ങന്മാരെയൊക്കെ വിളിച്ച് ഞാൻ കിടക്കുന്ന റൂമിൽ ഈശോയുടെ പടത്തിന് മുന്നിൽ എല്ലാവരും മുട്ടുകുത്താനായി പറഞ്ഞ് മുട്ടുകുത്തി ജപമാല എൻ്റെ ഏറ്റവും എല്ലാപ്പോഴും എൻ്റെ ദുഃഖസന്ധിയിലും പ്രയാസങ്ങളെല്ലാം ജപമാലയാണ് എൻ്റെ ആയുധം. ജപമാല എടുത്തുകൊണ്ട് ഞാൻ എല്ലാവരും പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഈ മഴ കല്യാണം തീർന്ന് അവസാനിക്കുന്നവരേക്കും മഴ പെയ്യരുത് ഈശോയെ, ഈശോ പരിപാലിക്കണം എന്ന് മാതാവ് വഴി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഒരു മറ്റൊരു അക്രൈസ്തവ കുടുംബം ആയതുകൊണ്ട് മറ്റുള്ളവരെല്ലാം ജനൽ കൂടിയും ഡോറിൻ്റെ സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവരെന്താണ് ചെയ്യുന്നത്, ഇവരെന്താണ് പ്രാർത്ഥിക്കുന്നത്, ഇവരെന്താണ് ക്രിസ്ത്യാനികളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, ഈശോയോട് പ്രാർത്ഥിക്കുന്നത്, ജപമാല ചൊല്ലുന്നത്, പല ചോദ്യങ്ങളും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ കുടുംബം നോക്കുന്നുണ്ട്, ചെറുപ്രായമാണെങ്കിൽ എനിക്ക് അപ്പോൾ ഒരു തൻ്റെ ഇടം വന്ന് എല്ലാവരും ഞാൻ പറഞ്ഞു ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളിൽ കൂടെ സഹകരിച്ച് പ്രാർത്ഥിക്കാം, അല്ലാത്തവർ ശല്യം ചെയ്യരുതെന്ന്. ബന്ധുമിത്രാദികളൊക്കെ എല്ലാവരും വാതല ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അവരോടൊക്കെ പറഞ്ഞു. എന്നിട്ട് ജനലൊക്കെ വാതിലടച്ച് ഈശോയോട് തീക്ഷ്ണമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഒരു ബോധ്യം വരികയാണ് മഴ കല്യാണം കഴിയുന്നവർക്ക് പെയ്യത്തില്ല എന്ന്. അങ്ങനെ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു മഴ പെയ്യില്ല, നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട, ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത് ഇതുവരെയ്ക്ക് ഈശോ എനിക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഏകദേശം ഒരു 11 മണിയായപ്പോൾ ഇങ്ങനെ കൂരിരുട്ടും ഇടിമിന്നൽ പോലെയൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മഴ ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ അത് അങ്ങനെ തന്നെ നിന്നും എല്ലാവരും കല്യാണം കെട്ടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വേഗം എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്, മഴ പോയി എന്നതിൽ അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു 12 മണി 1 മണിക്ക് ചെറുക്കനും പെണ്ണെല്ലാം വണ്ടിയിൽ കയറി യാത്രയായി. ഏകദേശം 3 മണിയോടുകൂടി ഏകദേശം എല്ലാ പരിപാടികളും അവസാനിച്ചു. അതുവരെയ്ക്കും മഴ ഇങ്ങനെ പിടിച്ചു നിർത്തിയപ്പോൾ ഇങ്ങനെ ചാടി നിൽക്കുകയായിരുന്നു. അങ്ങനെ ചെറുക്കനും പെണ്ണൊക്കെ അവിടെ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്ററോളം ഉള്ളൂ എള്ളാടുന്ന സ്ഥലത്തേക്കാണ് രണ്ടാമത്തെ പെങ്ങളൊക്കെ കെട്ടിച്ചു വിട്ടത്. ആ യാത്രയുടെ മധ്യത്തിൽ അവരൊരു 4 മണിയോളം ആയപ്പോൾ പകുതി വഴിയിൽ വെച്ചിട്ട് അതിശക്തമായ മഴ, 3 മണിക്ക് ശേഷം ശക്തമായ മഴ, ചെറുക്കനും എന്നെല്ലാം ഭക്ഷണം കഴിച്ച് വാഹനത്തിൽ കയറി യാത്ര പുറപ്പെട്ടതും മഴ ആരംഭിച്ചു. ശക്തമായ മഴയിലെല്ലാം കുത്തി ഒലിച്ചു കൊടുക്കുന്ന വെള്ളമായിരുന്നു മഴ പെയ്തപ്പോണ്ടായത്. അത്ര ശക്തമായ മഴയെ ദൈവം താങ്ങി നിർത്തുകയായിരുന്നു. അതിനുശേഷം അവർക്ക് ആ കല്യാണ ചെറുക്കൻ്റെ വീട്ടിൽ എത്തിപ്പെടാൻ സാധിക്കാതെ മഴയിൽ പെട്ട വണ്ടികൾ പിന്നീട് ഫോൺ ചെയ്തപ്പോൾ അവർ പറയുന്നത് ഏകദേശം രാത്രി 7 മണിയോടുകൂടിയാണ് അവർക്ക് ഇത്രയും തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് വീട്ടിൽ എത്തിച്ചേരാനായിട്ട് പറ്റിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിലൂടെ കർത്താവ് ശക്തമായി ദൈവമാതാവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഈശോ മാനിക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യങ്ങൾ ദൈവം ശക്തമായി ഇടപെടുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. ആ സമയത്ത് തന്നെ മൂത്ത ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഭർത്താവ് ഉപേക്ഷിച്ച് ഒരു കൊച്ചായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ കൂടെയായിരുന്നു താമസം. അങ്ങനെ ചേച്ചിക്ക് തറവാട്ട് വക സ്വത്തുനിന്ന് ഒരു 4.5 സെൻറ്റ് സ്ഥലം കൊടുത്തു. ആ സ്ഥലത്ത് ഒരു വീട് വെക്കാനായിട്ട് ചേച്ചിക്ക് അങ്ങനെയുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലായിരുന്നു. കഷ്ടപ്പെട്ട് പാടത്ത് പണിയാവുക തന്നെ കൂലിപ്പണിയൊക്കെ ചെയ്താണ് ജീവിച്ചത്. ചേച്ചിയോട് ഞാൻ പറഞ്ഞു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ചേച്ചി ഒരു വീട് ശരിയാവും. അങ്ങനെ പറഞ്ഞ് ചേച്ചിയെ ജപമാല ചൊല്ലാനായിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ ചേച്ചി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്.
ആ കാലഘട്ടങ്ങളിൽ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു വിഷയം കിട്ടുകയാണ്. മാതാവ് ചേച്ചിയുടെ തറപ്പണിയൊക്കെ കഴിഞ്ഞു, അതിങ്ങനെ പൂർത്തിയാക്കാൻ പറ്റാണ്ട് കിടക്കുകയാണ്. ആ തറയുടെ മുകളിൽ ഇങ്ങനെ മാതാവ് ജപമാല പിടിച്ചിങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു രൂപം ഇങ്ങനെ കാണാനാണ്. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, മാതാവ് വീട് പണി പൂർത്തിയാക്കുന്നുണ്ട്. ചേച്ചി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ചേച്ചി തീക്ഷ്ണമായി ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു വർഷത്തിനകം ചേച്ചിയുടെ വീട് പണി പൂർത്തിയായി. ഞങ്ങളുടെ എല്ലാ ആങ്ങളമാരെല്ലാവരും കുറച്ച് പൈസ സഹായിച്ചു. അങ്ങനെ ചേച്ചിയിൽ കുറച്ച് പൈസ ചേച്ചിയിൽ ഉണ്ടായിരുന്നു, ഒരു കുറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ വിളിച്ച് അങ്ങനെ എല്ലാം ക്രമീകരിച്ച് ചേച്ചിയുടെ വീട് പണി പൂർത്തിയായി. അങ്ങനെ ദൈവമാതാവ് വഴി ഈശോ ചേച്ചിക്ക് നല്ലൊരു ഭവനം നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. മറ്റുള്ളവർക്കായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടും എന്ന് ഉണ്ണി ഫ്രാൻസിസിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പെട്രോബിലിറ്റിയുടെ കാലഘട്ടത്തിൽ ജീസസ് യൂത്തിൻ്റെ പ്രേ ഗ്രൂപ്പിൽ പോയി ഇങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായ കൊച്ചു അനുഭവങ്ങളൊക്കെ ഞാൻ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമായിരുന്നു. അത് ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ ഈശോയെക്കുറിച്ചൊക്കെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവർ പലപ്പോഴും ഓരോ ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാം, വൺ ഡേ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ഫൈനാൻഷ്യലി ആയിട്ട് ഫൈനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടി എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യം പെട്രോബിലേക്ക് വരുമായിരുന്നു. അപ്പം ഞാൻ ഓർക്കുകയാണ്, ഒരു പ്രാവശ്യം അവർ ജീസസ് യൂത്തിൻ്റെ ഒരു വൺ ഡേ പ്രോഗ്രാമിന് കുറച്ച് അന്നത്തെ ദിവസം വരുന്ന എല്ലാവർക്കും ഫുഡ് കൊടുക്കാനായിട്ട് പല അരിക്കടകളിലൊക്കെ പോയിട്ട് അരിയും മറ്റ് ഓരോരുത്തരോടും ഓരോ ദശാംശത്തിൻ്റെ ഭാഗമായിട്ട് ചോദിക്കും. അപ്പോൾ ചാക്കോച്ചേട്ടൻ്റെ അരിക്കടയിൽ പോവുകയാണ്, ഉണ്ണി ഒന്ന് പ്രാർത്ഥിക്കണം, ഉണ്ണി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജപമാല ചൊല്ലി ആ തലങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവർ തിരിച്ചു വരുമ്പോൾ കുന്നോളത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു അരി ചോദിക്കാനായിട്ട് പോയി. തിരിച്ചു വരും ഒത്തിരി സന്തോഷത്തോടെയാണ് അവർ പമ്പിൽ കയറിയിട്ട് നന്ദി പറഞ്ഞ എപ്പോഴും ഓർക്കുകയാണ്. ഞാൻ അവർ പോയപ്പോൾ ആ മേഖലയ്ക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, കാഴ്ചവെച്ചു. അവർ പറയുക, ഞങ്ങളൊരു 5 കിലോ അല്ലെങ്കിൽ 10 കിലോ അരി കിട്ടുന്ന പ്രതീക്ഷയോട് ചോദിച്ചപ്പോൾ അത് വളരെ ഈസി ആയിട്ട് പറയുകയാണ്, ഒരു ചാക്കരി എടുത്തുകൊണ്ട് പോയിക്കൊള്ളാനായിട്ട്. ജപമാലയോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതമായിട്ട് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ പോലും ഇടപെടുന്നതായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതായിട്ടും കാനായിലെ കല്യാണം വരുന്നതിനെ പോലെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഈശോയുടെ സ്നേഹം മാതാവ് വഴി അനുഭവിച്ചറിയാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്രോബിലേക്ക് ഞാൻ ഈ കൊച്ചു അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ പല പ്രേ ഗ്രൂപ്പുകളിൽ പോയിട്ടും നമുക്ക് ഈശോയെക്കുറിച്ച് ഇങ്ങനെ ചെറുതായിട്ട് സാക്ഷ്യം കൊടുക്കാനായിട്ട് തുടങ്ങി. ആ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഡിവൈൻ കൂട്ടായ്മയുടെ കോർഡിനേറ്ററായിട്ടുള്ള സത്യൻ ചേട്ടൻ്റെ ഭവനത്തിലേക്ക് പോകാനായിട്ടിടയെ മരോട്ടിച്ചാൽ എന്നുള്ള സ്ഥലത്ത് ഞാനും വേറൊരു സഹോദരനും കൂടി പോയി. അപ്പോൾ ഞങ്ങളവിടെ താമസിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, സത്യൻ ചേട്ടനും പിള്ളേരും കൂടെ കുടമൊക്കെ പിടിച്ച് ബക്കറ്റൊക്കെ പിടിച്ച് ഒത്തിരിയേറെ ദൂരത്ത് നിന്ന് വെള്ളം കോരിക്കൊണ്ട് വരാനും അങ്ങനെ ഞങ്ങൾക്ക് കുളിക്കാനായിട്ട് വെള്ളം ഒരുക്കി തരും. എനിക്കൊരു വിഷമം തോന്നി. അപ്പോൾ ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ എല്ലാവരും ഇങ്ങനെയാണ്, വെള്ളത്തിന് ഒത്തിരിയേറെ കുടിവെള്ളക്ഷാമം നേരിടുന്നൊരു സമയമായിരുന്നു അത്. അപ്പോൾ അവർ ആ വിഷമങ്ങളൊക്കെ പറഞ്ഞ് മഴ പെയ്തിട്ട് ഒത്തിരി നാളുകളായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുമ്പോൾ ഞാൻ മാത്രം നിശബ്ദയിൽ എൻ്റെ ജപമാല കരങ്ങളെടുത്തുകൊണ്ട് ഞാൻ കിടക്കുന്ന ആ റൂമിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് ആ പ്രദേശത്തിന് വേണ്ടി കുടിവെള്ളക്ഷാമം പരിഹരിക്കണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഈശോയോട് തീക്ഷ്ണമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന് ശേഷം ഉറങ്ങി. പക്ഷേ രാവിലെ നീറ്റ് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് കാണാനായിട്ട് പറ്റും. എല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് ശേഷം ഇടിവെട്ടി മഴ പെയ്തു. കുറേ നാളുകൾക്ക് ശേഷം ശക്തമായി കുതിച്ചു ഒഴുകത്തക്ക വിധത്തിൽ വെള്ളം എല്ലായിടത്തും സമൃദ്ധിയുമായി. അങ്ങനെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം ആ ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണും. ഓരോ മറ്റുള്ളവരുടെ വിഷമങ്ങൾ വേദനകൾ കാണുമ്പോൾ ജപമാലയുടെ അത് തീക്ഷ്ണ വിശ്വാസത്തോട് കൊച്ചു കുഞ്ഞിൻ്റെ മനോഭാവത്തോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ എന്ന പോലെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവിടെ നമ്മളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ആ ജപമാല പ്രാർത്ഥനയെ മാനിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളത്. തൻ്റെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മ വഴി നടത്തുന്ന അനുഭവം ഇദ്ദേഹത്തിനുണ്ടായി. ജോലി മേഖലയിൽ അമ്മ ഇടപെട്ട അനുഭവങ്ങൾ ഉണ്ണി ഫ്രാൻസിസ് പങ്കുവയ്ക്കുന്നു. ഈശോയെ അറിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ശക്തമായി ഇടപെടുന്നു. ഈശോ ഞാൻ വിളിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉത്തരങ്ങൾ നൽകുന്നു. ഈശോ എനിക്കിപ്പോൾ സമീപസ്ഥനായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പോൾ ആ കർത്താവിനെ കൂടുതൽ അറിയണം, അനുഭവിക്കണം. അതുകൊണ്ട് കൂടെ ജപമാല ചൊല്ലുക, ഉപവാസം എടുക്കുക, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ ശാരീരിക ആരോഗ്യം നോർമലായിട്ട് കോമൺ ആയിട്ട് ഒന്ന് കുറയാനായിട്ട് ഇടയായി. ആ സമയത്താണ് പ്രേ ഗ്രൂപ്പിൽ നിന്നൊരു ബോധ്യം എനിക്ക് ലഭിച്ചത്. കൂടുതൽ അവരെ പോലെയൊക്കെ ഇങ്ങനെ ഭാഷവാഴ സ്തുതിക്കുവാനും സന്ദേശങ്ങൾ പറയാനും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം കൂടുതൽ കിട്ടാനും അഭിഷേകം കിട്ടാനൊക്കെ ആയിട്ട് കൂടുതൽ വിശുദ്ധി ആവശ്യമാണെന്നൊരു ബോധ്യം എനിക്ക് വരാനായിട്ടിടയായി. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലിയിട്ട് എൻ്റെ ആവശ്യം മാതാവ് വഴി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് കൂടുതൽ വിശുദ്ധി വേണം, കൃപാവരങ്ങൾ വേണം, അതിന് ഞാൻ എന്ത് ചെയ്യണം?
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പ്രചോദനം കിട്ടിയതാണ് നമ്മുടെ ജീവിതത്തിൽ. അന്നേരം ഞാൻ മദ്യപിക്കുകയായിരുന്നു, സിനിമ കാണുന്ന ശീലത്തിന് അഡിക്റ്റായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിക്കണം, അശുദ്ധിയുമായിട്ടുള്ള ബന്ധങ്ങൾ കുറേശ്ശെ ഉപേക്ഷിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഈശോയോട് ജപമാല വഴി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഈശോയുടെ രക്തത്തൊക്കെ ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശദീകരണത്തിന് വേണ്ടി. അപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു ബോധ്യമായിരുന്നു. ഞാനിപ്പോൾ കേച്ചേരി പെട്രോൾ പമ്പിൽ അന്യായമായിട്ട് ശരിക്കും പറഞ്ഞാൽ കള്ളത്തരത്തിലൂടെ ഒത്തിരിയേറെ പൈസയൊക്കെ സമ്പാദിച്ചുകൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു. ഇതെല്ലാം ഉപേക്ഷിക്കണമെങ്കിൽ മാത്രമേ കർത്താവിന് പ്രീതിയുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഞാൻ അതെല്ലാം അവരോട് പറയുമ്പോൾ അവരൊന്നും കൂടെയുള്ള സഹപ്രവർത്തകരൊന്നും അതിന് സമ്മതിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ജപമാലയിലൂടെ. ഈശോ അവരാരും എഗ്രി ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? നീ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക ഉപേക്ഷിക്കാനായിട്ട്, എന്നിട്ട് നീ പ്രാർത്ഥിക്കുക, ബാക്കി ഞാൻ ചെയ്തുകൊള്ളാം. അങ്ങനെ ഒരു ബോധ്യമാണ് കർത്താവ് തന്നത്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ആ അന്യായ രീതിയിലുള്ള പൈസ ഉപേക്ഷിക്കുന്നു, സത്യസന്ധമായ രീതിയിൽ വരുമാനം എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ 2 ഗ്രൂപ്പുകളായിട്ട് 10-16 വർഷത്തോളം വളരെ ഐക്യത്തോടുകൂടി ജോലി ചെയ്ത് പൈസ സമ്പാദിച്ചുകൊണ്ടിരുന്ന ആ വർക്കേഴ്സ് 2 ഗ്രൂപ്പുകളായിട്ട് പിരിയാനും പരസ്പരം വഴക്കുണ്ടാവാനും, അങ്ങനെ അത് ആ ഒരു പെട്രോൾ പമ്പ് സമരത്തിലേക്ക് നീങ്ങി. പെട്രോൾ പമ്പ് കുറച്ച് നാളത്തേക്ക് അടച്ചെടുത്തക്ക വിധത്തിലൊരു സമരത്തിലേക്ക് BMS ഒക്കെ ഇടപെട്ട്, തൊഴിലാളി യൂണിയൻ ഇടപെട്ട് അതങ്ങനെ ഒരു സമരത്തിലേക്ക് നീങ്ങാനായിട്ട് ഇടയായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നീ പേടിക്കേണ്ട, ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ അതിൻ്റെ ഓണർ പറഞ്ഞു എല്ലാവരും പിരിച്ചുവിടാനായിട്ടാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അപ്പോൾ കേസിൻ്റെ ഡിസൈഡ് ഇങ്ങനെ വന്നു, ഓണർ താല്പര്യമുള്ളവരെ വയ്ക്കാം, ബാക്കിയുള്ളവരെ പിരിച്ചുവിടാം. അപ്പോൾ ഓണർ പറഞ്ഞു എനിക്ക് ഉണ്ണിയെ മാത്രമേ വിശ്വാസമുള്ളൂ, ഉണ്ണി മാത്രം നിന്നാൽ അത് ബാക്കിയുള്ളവരെല്ലാം പിരിച്ചുവിടുന്നു. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം പിരിച്ചുവിട്ട് എന്നെ മാത്രം നിർത്തി. പക്ഷേ ഞാനും ശരിക്കും പറഞ്ഞാൽ ആ പൈസയിലെല്ലാം ഇൻവോൾവ് ഉള്ള വ്യക്തിയായിരുന്നു. പക്ഷേ ഞാനത് കർത്താവിനെ പ്രതി ഉപേക്ഷിച്ച് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. അങ്ങനെ എൻ്റെ കീഴിൽ കുറച്ച് ജോലിക്കാരെ ഏൽപ്പിച്ച് തന്നു. അങ്ങനെ അവർക്കെല്ലാം പണി പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ഞാൻ അവിടുത്തെ സീനിയറായി. കള്ളത്തരത്തിലൂടെ പൈസ ഇടാക്കുന്ന എല്ലാ വഴികളെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ കർത്താവിനെ പ്രതി വിശുദ്ധിയിൽ വളരാൻ വേണ്ടി, കൃപാവരങ്ങൾ ലഭിക്കാൻ വേണ്ടി ഞാനതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനതിങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു 6 മാസത്തോളം അങ്ങനെ പിടിച്ചു തന്നു. പക്ഷേ എന്നാൽ ചില സമയങ്ങളിൽ സാമ്പത്തിക ഞെരുക്കം ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഇനി ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ ഞാൻ അന്യായ രീതിയിലെല്ലാം സമ്പത്തുണ്ടാക്കാൻ സാധ്യതയുണ്ട്, കർത്താവിനെതിരെ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായി കഷ്ടപ്പെട്ട് അധ്വാനത്തിലൂടെ ലഭിക്കുന്ന വിയർപ്പിൻ്റെ പ്രതിഫലമായിട്ടൊരു ജോലി അത് ഏതാണ് ഈ ലോകത്തുള്ളത്, അത് എനിക്ക് തരണം. ഞാൻ അങ്ങനെയാണ് ഈശോയോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ ജസ്റ്റ് പേപ്പറിൽ കണ്ടപ്പോൾ സൈന്യത്തിലേക്ക് ആളെടുക്കുന്നു, ജസ്റ്റ് വെറുതെ ഒന്ന് അപേക്ഷിച്ചതാണ്. കൂടെയുള്ള ജോലിക്കാരൻ പറഞ്ഞു ഒന്ന് അപേക്ഷിച്ച് നോക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അപേക്ഷിച്ചു. അങ്ങനെ കോളിംഗ് ലെറ്റർ വന്നു എൻട്രൻസ് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ കോഴിക്കോട്ടുള്ള വെസ്റ്റ് ഹില്ലിലായിരുന്നു ഞങ്ങളുടെ എൻട്രൻസ് ടെസ്റ്റ് നടന്നത്. അവിടേക്ക് പോകുമ്പോൾ ജീസസ് യൂത്ത് പ്രേ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ട് പോയി. അതൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ ഒരു ഏകദിനം കൂടുന്ന ദിവസമായിരുന്നു. അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് കരുതി ഞാൻ അങ്ങനെ പോയി. അവിടെ പോയപ്പോഴാണ് അറിയുന്നത് ഏകദേശം 5000-ഓളം പേര് വരുന്നുണ്ട്, 50 വേക്കൻസികളൊന്നും. അപ്പോൾ ആ റണ്ണിങ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയില്ല, അതിന് മുന്നേ പലരും അതിന് മുന്നേ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്കറിയാം ഏത് റൂട്ടിലാണ് ഓടിക്കുക, എത്ര സമയമാണ് പിടിക്കുന്നത്, എങ്ങനെയാണ് ഓടണമൊക്കെ അറിയാം. അതുകൊണ്ട് അവർ വളരെയധികം പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് ഓരോരുത്തരും ഒരു 250 പേര് അല്ലെങ്കിൽ ഒരു 500 പേര് ഗ്രൂപ്പ് എടുത്തിട്ട് അവർ ഓടിക്കും. അതിനുശേഷം ആദ്യം വരുന്ന 50 പേരെ എടുക്കും. അപ്പോൾ അവർ തന്നെ പറഞ്ഞായിരുന്നു എന്നോട് ആദ്യം വരുന്ന 50 പേരെ എടുക്കത്തുള്ളൂ, അതുകൊണ്ട് ഉഷാറായിട്ട് ഓടിക്കോളാൻ. ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 20 വയസ്സ് ആ സമയത്ത് കംപ്ലീറ്റ് ആവാൻ പോവാണ്. 20 വയസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എടുക്കത്തില്ല. 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സൈന്യത്തിലേക്ക് എടുക്കത്തില്ല. 20 വയസ്സായിരുന്നു ലാസ്റ്റ് ഏജ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓട്ടത്തിന് എന്നെ ഒരു 250 പേരെ ഇരുത്തു. അതിനകത്ത് ഞാൻ കയറിയത്. അപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ കയറി നടക്കുകയാണ്. കാരണം ഓടിക്കുമ്പോൾ ഗോ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓടണം എന്നുള്ള രീതിയിൽ. പക്ഷേ അവർക്കൊക്കെ അറിയായിരുന്നു നല്ലോണം ഓടുന്നവർ ഏറ്റവും ബാക്കിലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊണ്ടുപോയി പിച്ചേമോട് എന്ന് പറഞ്ഞ് പിറകിലോട്ട് തിരിച്ച് നിർത്തി ബാക്കിലോട്ടാണ് ഓടിച്ചു. എനിക്കത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് പിച്ചേമോട് എന്ന് ഗോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും പിറകിലായിപ്പോയി. ആ സിറ്റുവേഷനിൽ ഞാൻ ഏറ്റവും പിറകിൽ ഓടി. എന്നാലും ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രേ ഗ്രൂപ്പിൽ എനിക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് കിട്ടിയായിരുന്നു, ഉണ്ണിക്ക് കർത്താവ് ഒരു ജോലി നൽകുന്നതായിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു എനിക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പക്ഷേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി. കാരണം 150 പേരോളം ഫ്രണ്ടിൽ ഓടുന്നുണ്ട്, 100-150 പേര് പിറകിൽ ഓടുന്നുണ്ട്. ഈ അവസ്ഥയിൽ ഈ ജോലി ഒരു കാരണവശാലും എനിക്ക് കിട്ടില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. ആ സമയത്ത് ഞാൻ കരഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കും. എൻ്റെ കണ്ണിൽ നിന്നെല്ലാം കണ്ണുനീര് വരാനായിട്ട് തുടങ്ങി. ഞാനിങ്ങനെ ആകാശത്തിലേക്ക് നോക്കി ഈശോയെ എന്നിങ്ങനെ മനസ്സിൽ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇതേ സമയത്ത് പ്രേ ഗ്രൂപ്പിൽ ജീസസ് യൂത്തിന് വൺ ഡേ പ്രോഗ്രാം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സഹോദരന് മെസ്സേജ്, ഒരു ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അവർ തിരിച്ച് ടെസ്റ്റെല്ലാം കഴിഞ്ഞ് വന്നാൽ എന്നോട് ചോദിച്ചു 1 മണിക്ക് എന്ത് ടെസ്റ്റാണ് നടന്നത്, കാരണം ഇവിടെ മെസ്സേജ് കിട്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ അവർ നിൻ്റെ മുഖം കർത്താവിനെ കാണിച്ചു തന്നു, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് ഏകദേശം ഒരു 5 മണിക്കൊക്കെ ആ ഗേറ്റിനകത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് വിടത്തില്ല. എല്ലാവരും ഇങ്ങനെ പട്ടിണി ഇരുത്തി 1 മണിക്കാണ് ഈ റണ്ണിങ് ടെസ്റ്റ് നടത്തുന്നത്. കാരണം എല്ലാവരും സ്റ്റെമിന് ഔട്ടായിരിക്കും.
അപ്പോൾ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചിലരൊക്കെ ഷൂ ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്ര ദാരിദ്ര്യ അവസ്ഥയായിരുന്നു, ഷൂ ഒന്നുമില്ല കാലിൽ. ഞാൻ കുറേ പുല്ലുകൂടെ ഓടും, പിന്നെ കുറേ മണ്ണിൽ ഓടും, പിന്നെ ടാറിട്ട റോഡ് കൂടെ ഓടും, കാലിങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടില്ല എന്നൊരു മനസ്സിലേക്ക് നിരാശ ഇങ്ങനെ കയറി. 100-150 പേരോളം ഫ്രണ്ടിൽ ഓടി, 49 പേര് 50 പേരെ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോയെന്ന് മനസ്സിൽ വിളിച്ചും പ്രേ ഗ്രൂപ്പിൽ എൻ്റെ മുഖം കാണിച്ചു കൊടുത്തു. ഒരേ സമയത്തായിരുന്നു. അപ്പോൾ അവരെല്ലാവരും എനിക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോയെന്ന് വിളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ സമയത്ത് ഒരു അദൃശ്യമായിട്ടൊരു ശക്തി, ശരിക്കും ഒരു ഇടിവെട്ടുന്ന ഒരു അനുഭവം പോലെ, ഒരു കറണ്ട് ഷോക്ക് അടിക്കുന്ന പോലെ എൻ്റെ ശരീരത്തിലെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു രോമാഞ്ചം കൊള്ളുന്ന ഒരു അനുഭവം. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ബോധ്യം വരികയായിരുന്നു, ചാവുന്നെങ്കിൽ ചാവട്ടെ, ശക്തമായിട്ട് ഓടുക തന്നെ എന്നുള്ളൊരു ചിന്ത. ആ കണ്ണടച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. ഏകദേശം ഒരു 75 പേരെ ക്രോസ് ചെയ്ത് അവസാന റൗണ്ട് ആകുമ്പോൾ എല്ലാവരും ടയർഡാകുമ്പോൾ ഞാൻ ഏറ്റവും ശക്തി ആർജിച്ച് ഓടുമ്പോൾ പുറമെ ഈ ഫെൻസിന് പുറമെ നമ്മുടെ റിലേഷൻസ് ആയിട്ട് വന്ന പാരൻസ് ഒക്കെ നിൽക്കുന്ന അവരെല്ലാം കൈയടിച്ചു അവരവരുടെ മക്കൾക്ക് വേണ്ടി. അപ്പോൾ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ മാത്രം ഇങ്ങനെ അതിവേഗം ഓടിക്കയറുന്ന കാണുമ്പോൾ അവരവരുടെ മക്കൾക്ക് അവർ വാണിംഗ് കൊടുക്കുന്നുണ്ട്, പിറകിൽ ഒരാൾ വരുന്നുണ്ട് ഇതിനെ ക്രോസ് ചെയ്യാൻ ഓടിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും എന്നെ കണ്ടുകൊണ്ട് ഓടാൻ തുടങ്ങി. പക്ഷേ എൻ്റെ വേഗത പരിശുദ്ധാത്മാവെന്ന് അതിശക്തമായ വേഗതയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ക്രോസ് ചെയ്ത് 49ാമത്തെ ആളിലാണ് ഞാൻ എൻട്രി ആവുന്നത്. ഞാൻ എൻട്രി ആയതും കയറിങ്ങനെ പിടിക്കുന്ന ഒരുമിച്ചായിരുന്നു. അത്ഭുതമായിട്ടൊരു ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് അങ്ങനെ സൈന്യത്തിലേക്ക് ഞാൻ എൻട്രി ആയത്.